രാജാതിരാജനായ റബ്ബിൽ കാരം ഉയർത്തി ഞങ്ങൾ തുടങ്ങിടും നിതാ, കഥനം നിറഞ്ഞ കഥകൾ തുടങ്ങിടും നിതാ. രാജാതിരാജനായ റബ്ബിൽ കാരം ഉയർത്തി ഞങ്ങൾ തുടങ്ങിടും നിതാ, കഥനം നിറഞ്ഞ കഥകൾ തുടങ്ങിടും നിതാ. മുത്ത് റസൂല് പണ്ട് ജീവിച്ച കാലഘട്ടമുണ്ടായ സംഭവം ഇതാ, കഥനം നിറഞ്ഞ കഥകൾ പറഞ്ഞിടും നിതാ. മുത്ത് ബിലാൽ മുഅദ്ദിൻ ബാങ്ക് കൊടുത്ത പള്ളിക്കുള്ളിൽ നടന്ന കഥയാ, ശ്രോതാക്കളോട് ഞങ്ങൾ പറഞ്ഞിടും നിതാ. രാജാതിരാജനായ റബ്ബിൽ കാരം ഉയർത്തി ഞങ്ങൾ തുടങ്ങിടും നിതാ, കഥനം നിറഞ്ഞ കഥകൾ തുടങ്ങിടും നിതാ. മദീന പള്ളിയിൽ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് സദസ്സിന്റെ ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. അതാരോ കരയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് നിർത്തി. എന്നിട്ട് ആ വ്യക്തിയെ ശ്രദ്ധിച്ചു. ആരാണ് ആ കരയുന്നത്? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് നോക്കാം. കരയുന്നത് സഅദാണല്ലോ, ഏവരും കരയുന്നോരേ മുഖം പാർത്തല്ലോ. കരളാം നബി സഅദിനോട് ചോദിച്ചിടയ്ക്കരയാൻ സബബെന്തെന്ന് കൊണ്ട് സഅദും ഈ റസൂലോട് പറഞ്ഞിടുന്നു. വിവാഹത്തിൻ്റെ മഹത്വങ്ങളെ നിങ്ങളും വിചാരിച്ചിടേ പറഞ്ഞുവല്ലോ. വിരൂപിയായ എനിക്ക് പെണ്ണ് നൽകാൻ വിവരമുള്ളോർ തുനിയില്ലല്ലോ. കരയുന്നത് സഅദാണല്ലോ, ഏവരും കരയുന്നോരേ മുഖം പാർത്തല്ലോ. കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സഅദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്തേക്ക് വിളിച്ചു. സഅദേ, എന്താണ് നിങ്ങൾ കരയാനുള്ള കാരണം? എന്റെ പ്രസംഗത്തിൽ ഇത്രയും കരയാൻ മാത്രം എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇത് കേട്ട് സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ തിരുദൂതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ, വർഷങ്ങളായി ഞാനൊരു പെണ്ണ് തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതുവരെ എനിക്കൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. അതിന്റെ സങ്കടം നിങ്ങൾ പറഞ്ഞുവല്ലോ. വിവാഹത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രതിപാദിച്ചുവല്ലോ. ഇത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നതാണ് നബിയെ. എനിക്ക് അങ്ങനെ ഒരു യോഗമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞു പോയതാണെന്ന് മുത്തുനബിയോട് പൊട്ടിക്കൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ആശ്വസിപ്പിച്ച് പറയുകയാണ്, ബിണ്ടനബി പൊന്നു സഅദേ, കേൾക്കുക നീയും വേദന മാറ്റി. ഉണ്ട് വഹബിന്നൊരു പുത്രി സുന്ദരിയായവളാ. ബിണ്ടനബി പൊന്നു സഅദേ, കേൾക്കുക നീയും വേദന മാറ്റി. ഉണ്ട് വഹബിന്നൊരു പുത്രി സുന്ദരിയായവളാ. കൊട്ടാരം പോലൊരു വീടും കാണാം ചുറ്റും ഒട്ടകക്കൂടും. പട്ടണത്തിൻ്റെ അടുത്താണ് പോവുക നീ അവിടെ. ബിണ്ടനബി പൊന്നു സഅദേ, കേൾക്കുക നീയും വേദന മാറ്റി. ഉണ്ട് വഹബിന്നൊരു പുത്രി സുന്ദരിയായവളാ.
കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഅദ് റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുകയാണ്, സഅദേ, അംർ ഇബ്നു വഹബിന് ഒരു മോളുണ്ട്, നീ ചെല്ലണം, മദീനയിൽ ചെല്ലണം, അംർ ഇബ്നു വഹബിന്റെ അടുത്ത് ചെല്ലണം, എന്നിട്ട് പറയണം, മുത്തുനബി പറഞ്ഞയച്ചതാണ് എന്നെ, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ എന്നെ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അംർ ഇബ്നു വഹബിനോട് പറഞ്ഞാൽ അദ്ദേഹം മകളെ കെട്ടിച്ചു തരും. ഇത് കേട്ടുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു അതാ മദീന പള്ളിയിൽ നിന്നും അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്: അഴകേറുന്നോളെ എനിക്ക് മംഗല്യം ചെയ്യുമോ, അഥവാ ആയാളും അതിന് സമ്മതം നൽകുമോ, അവളുടെ താതൻ ഇതിന് സമ്മതമല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കും നെന്തിനാണ് സുബ്ഹാനേ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണിത്.